ഹലോ ഹായ്, നിങ്ങൾ ഹെയർ ഓയിലിംഗ് കറക്റ്റായിട്ടാണോ ചെയ്യുന്നത്? ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ സ്കിന്നും ഹെയർ കെയറിനും പറ്റിയ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതിലെനിക്ക് കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യണം എന്നുണ്ട്, പക്ഷേ പറ്റുമല്ലേ നമുക്കറിയില്ല. ആദ്യം എൻ്റെ തലമുടി ഒന്ന് ഞാൻ ഡീപ്പ് കണ്ടീഷനിങ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ ഹെയർ ഓയിലിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഹെയർ ഓയിലിംഗ് ചെയ്യുമ്പോൾ ജസ്റ്റ് നമ്മൾ തലയിൽ എണ്ണ പെട്ടെന്ന് മാത്രമല്ല കേട്ടോ, ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒരു ചെറിയ വീഡിയോ ഞാൻ മുകളിൽ ടാഗ് ചെയ്യാം. ഞാനിവിടെ നീലിബ്രിങ്ങാദിയും കയ്യോന്യാദി കെയർ തൈലമാണ് യൂസ് ചെയ്യുന്നത്. ആദ്യം ഒരു പാനിൽ വെള്ളം ചൂടാക്കിയിട്ട് ഒരു ചെറിയ ബൗളിനകത്ത് ചൂടുവെള്ളം ഒഴിച്ചു. അതിൻ്റെ മുകളിൽ ഒരു കുഞ്ഞ് ബൗൾ വെച്ചിട്ട് അതിലാണ് ഞാൻ എണ്ണ ഒഴിച്ചത്. ഇനി നമ്മൾ വിരൽ ഉപയോഗിച്ച് തൊട്ട് നോക്കിയാൽ അറിയാൻ പറ്റും ലൈറ്റ് ചൂട്. അതേപോലെ തന്നെ നമ്മൾ ഈ എണ്ണ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഫോർ ഹെഡിൽ അപ്ലൈ ചെയ്യൽ ബംസ് ഒക്കെ വരും. അതുകൊണ്ട് ഓൺലി നമ്മൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ രീതിയിലാണ് ഹെയർ ഓയിലിംഗ് ചെയ്യുന്ന മുന്നേ ഒന്ന് എണ്ണ ചൂടാക്കുന്നത്. ഞാൻ കുറേ വീഡിയോയിൽ കണ്ടു, അവർ ഡയറക്റ്റ് ആയിട്ടാണ് ചൂടാക്കുന്നത്. അങ്ങനെ ചെയ്യല്. അപ്പോൾ നന്നായിട്ട് സ്കാൽപ്പിലും ഹെയറിലും ഒക്കെ ഞാൻ അപ്ലൈ ചെയ്തു. ഇനി ഹെയറും സ്കാൽപ്പും ഒക്കെ നല്ല രീതിയിൽ വളരണം, നല്ല തിക്ക് ആവണം, നന്നായിട്ട് ഗ്രോ ആവണം, ഹെയർ ഫോളൊക്കെ കൺട്രോൾ ചെയ്യണമെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂടാനും നമുക്ക് മസാജ് ചെയ്യണം. അപ്പോൾ ഞാൻ ഈ ഒരു കോമ്പാണ് യൂസ് ചെയ്യുന്നത്. മീഷോ എന്നാണ് മേടിച്ച അടിപൊളി കോമ്പാണ്. ഈസി ആയിട്ട് ഡീറ്റാങ്കിൾ ചെയ്യും, നന്നായിട്ട് മസാജ് ചെയ്യാനും അടിപൊളിയാണ്. ഇങ്ങനെ നമ്മൾ ഒരു ഹെയർ ഓയിലിംഗ് ആഴ്ചയിൽ 3 പ്രാവശ്യം ചെയ്യാൻ പറ്റുവാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. ഇപ്പം നിങ്ങൾ ഏത് ഹെയർ ഓയിലാണ് യൂസ് ചെയ്യുന്നത് അത് റെഗുലറായിട്ട് യൂസ് ചെയ്താലും മതി. ഞാൻ എന്താണ് യൂസ് ചെയ്യുന്നത് അത് യൂസ് ചെയ്തിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. 3 പ്രാവശ്യം പറ്റിയില്ലെങ്കിൽ ആഴ്ചയിൽ 1 പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഡീപ്പായിട്ട് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ ഹെയർ ഫോളൊക്കെ ഇച്ചിരൊക്കെ ഉണ്ടാവും, അത് കോമൺ ആണ്. അപ്പോൾ നന്നായിട്ട് മസാജ് ചെയ്യുക. നമ്മുടെ തലമുടി നന്നായിട്ട് വളരണമെങ്കിൽ, നമ്മൾ സ്കിന്നൊക്കെ ഗ്ലോ ആവണമെങ്കിൽ, നല്ല രീതിയിൽ നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കണമെങ്കിൽ ഓൺലി ഓയിൽ അപ്ലൈ ചെയ്താൽ മാത്രം പോരാ. നല്ല ഫുഡ് കഴിക്കണം, നന്നായിട്ട് വെള്ളം കുടിക്കണം, എക്സസൈസ് ചെയ്യണം. അതേപോലെ തന്നെ ഡെഫിഷ്യൻസി ഒന്നും പാടില്ല. നമ്മൾ എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യുന്നത് ബെറ്ററാണ്. PCOD തൈറോയിഡൊക്കെ ഉണ്ടെങ്കിൽ ഹെയർ ഫോൾ ഉണ്ടാവും. അങ്ങനെ പല റീസൺസ് ഉണ്ട്, അത് ഇതിനകത്ത് ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് തലമുടി ഒന്ന് ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് മസാജ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ നമുക്കൊന്ന് ഒരു മൈൻഡൊക്കെ കാമായ പോലെയൊക്കെ തോന്നും. ഇനി നമുക്കൊരു 20 മിനിറ്റ്സ് ഇതുപോലെയൊക്കെ വിടാം. അത് കഴിഞ്ഞിട്ട് സ്കിൻ കെയർ ആവട്ടെ. അപ്പോൾ ഞാൻ കുറേ കാലമായിട്ട് സ്കിൻ കെയർ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ സ്കിൻ കെയറിന് വേണ്ടി ആദ്യം ഞാൻ സ്ക്രബാണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടി ഞാൻ കോഫി പൗഡറും അതേപോലെ തന്നെ ഓറഞ്ച് പീൽ പൗഡർ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ചത് ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് പതുക്കെ സർക്കോ മോഷനിൽ മസാജ് ചെയ്യണം. ഉറക്കെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ സ്കിന്നൊക്കെ ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. പതുക്കെ സർക്കോ മോഷനിൽ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി മസാജ് ചെയ്യാൻ. നെക്കിന് ഇവിടെ പതുക്കെ വേണം, വളരെ സോഫ്റ്റ് ആയിട്ട് വേണം ചെയ്യാൻ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് സ്ക്രബൊക്കെ ചെയ്യുവാണെങ്കിൽ ആഴ്ചയിൽ 1 പ്രാവശ്യം അല്ലെങ്കിൽ 2 ടൈംസ് ചെയ്യാം, നമ്മുടെ സ്കിൻ്റെ കണ്ടീഷൻ അനുസരിച്ചിട്ട്. അപ്പോൾ ഞാൻ അത് വാഷ് ചെയ്തിട്ട് വന്നു. ഇനി ഒരു ഫേസ് പാക്കാണ്. അതിന് വേണ്ടി ഞാൻ എന്താണ് എടുത്തതെന്ന് കാണിക്കാം. കടലമാവിൻ്റെ പൊടി വീട്ടിൽ തന്നെ കഴുകി ഉണക്കി പൊടിച്ചാണ്. അതിൻ്റെ കൂടെ ഞാൻ ഇച്ചിരി വൈൽഡ് ടർമറിക് ആണ് യൂസ് ചെയ്തത്. ഇത് ശേഷ ആയുർവേദയുടെ ആണ്. അതേപോലെ തന്നെ നമ്മുടെ ഗുലാബ് ജെല്ലില്ലേ, റോസ് വാട്ടർ, അത് യൂസ് ചെയ്തിട്ടുണ്ട്. അതൊന്നും ഇല്ലെങ്കിൽ കടലമാവ് പൊടിയും പിന്നെ ഇച്ചിരി വേണമെങ്കിൽ മഞ്ഞൾപ്പൊടിയും വെള്ളവും യൂസ് ചെയ്യാം, പ്രശ്നമില്ല. തൈരും യൂസ് ചെയ്യാം. അത് മുഖത്ത് നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത്, നമ്മൾ എപ്പോഴും ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അപ്പർ ഡയറക്ഷന് വേണം അപ്ലൈ ചെയ്യാൻ. ഇനി ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഹെയർ പാക്ക് അപ്ലൈ ചെയ്യാം. അതിന് വേണ്ടി ഞാനിവിടെ നമ്മുടെ ഉലുവ പൊടിച്ചതാണ് എടുത്തിട്ടുള്ളത്. അതിനകത്ത് തൈരും കൂടി മിക്സ് ചെയ്ത് തലയോട്ടിലും തലമുടിയിലൊക്കെ തേച്ച് പിടിപ്പിച്ചു. നമുക്ക് പറ്റുന്ന പോലെ 10-15 മിനിറ്റ് വരെ ഒക്കെ നമുക്ക് തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് വാഷ് ചെയ്യാം. കാരണം എനിക്ക് സൈനസ് ഇഷ്യൂ ഉണ്ട്, അധികം നേരം ഞാൻ അപ്ലൈ ചെയ്തിരിക്കില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്യാം. വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് പറഞ്ഞു തരാം. നമ്മളിത് ഹെയറിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ തലമുടി നല്ല രീതിയിൽ വളരുകയും ചെയ്യും, ഹെയർ ഫോളും കൺട്രോൾ ആവും. പക്ഷേ നന്നായിട്ട് ഡ്രൈ ആവുന്നവരെ വെയിറ്റ് ചെയ്യൽ, അല്ലെങ്കിൽ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ ഹെയർ ഫോൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഹെയർ ഒക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഫേസിൽ കുംകുമാദി ഓയിലാണ് അപ്ലൈ ചെയ്യുന്നത്. ഇച്ചിരി എടുത്തേ ഉള്ളൂ, ജസ്റ്റ് ഒരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടി അപ്ലൈ ചെയ്തു. അല്ലാതെ റെഗുലറായിട്ട് അപ്ലൈ ചെയ്യാൻ ഞാനിപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ റെഗുലറായിട്ട് അപ്ലൈ ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ ജസ്റ്റ് നമ്മുടെ സ്കിന്നിന് ഒരു ഗ്ലോ ഒക്കെ കിട്ടാനും ബ്രൈറ്റൻ ചെയ്യാനും ഒക്കെ വളരെ നല്ലതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ കാജൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ ഒരു യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ, ശ്രുതീസ് വേൾഡ്. അവിടെ നിന്നാണ് ഞാൻ പർച്ചേസ് ചെയ്ത പ്രോഡക്റ്റ്. അടിപൊളിയാണ്. കണ്ണൊക്കെ നല്ല ഒരു കുളിർമ കിട്ടുന്ന പോലെയാണ്, നല്ല കൂളിംഗ് എഫക്റ്റ് കിട്ടും. കാജലൊക്കെ തേച്ചു ഞാനൊരു സുന്ദരിയായി മാറിയിരിക്കുകയാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ തലമുടിയിൽ നല്ലൊരു മണം കിട്ടാനും നമ്മുടെ തലമുടിയിൽ ഇൻഫെക്ഷൻ സ്കാൽപ്പിൽ വരാതിരിക്കാനും ഒക്കെ ജസ്റ്റ് ഞാൻ ഒന്ന് പുകയ്ക്കുകയാണ് കേട്ടോ. അഗർബത്തി ഇട്ടാണ്, നമ്മുടെ കയ്യിൽ ഇവിടെ കുന്തിരിക്ക അങ്ങനത്തെ ഒന്നും ഇല്ല, ജസ്റ്റ് പുകയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ വിൻ്റർ സമയത്തൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ സ്കാൽപ്പിലൊക്കെ വളരെ നല്ലതാണ്. സ്കാൽപ്പിൽ ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ ഇതൊരു ചെറിയ റൂട്ടീനാണ്. നമ്മൾ റെഗുലർ
റെഗുലറായിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നും ഹെയറും ഒക്കെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കും. അത് മാത്രമല്ല നമ്മൾ നന്നായിട്ട് വെള്ളവും കുടിക്കണം, ഹെൽത്തി ആയ ഫുഡും കഴിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇനി ഇങ്ങനത്തെ വീഡിയോയ്ക്ക് വേണ്ടി ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.